ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മാലാഖമാരോടുള്ള പ്രാർത്ഥന അതെങ്ങനെയായിരിക്കണം, അത് ഏതുവരെ പോകാം എന്നുള്ളതിനെക്കുറിച്ച് സഭാപിതാക്കന്മാരുടെ അഭിപ്രായങ്ങളും ദൈവവചന അടിസ്ഥാനവും വെച്ചിട്ടാണ് ഈ ഒരു വീഡിയോ മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഹെബ്രായ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 13-14 വചനങ്ങൾ വളരെ വ്യക്തമായി നമ്മളോട് വെളിപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ ശത്രുക്കളെ ഞാൻ നിനക്ക് പാദപീഠമാക്കുവോളം എൻ്റെ വലതുഭാഗത്തിരിക്കുക എന്ന് ഏത് ദൂതനോടാണ് എപ്പോഴെങ്കിലും അവിടുന്ന് പറഞ്ഞിട്ടുള്ളത്. രക്ഷയുടെ അവകാശികളാക്കാനിരിക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ അയക്കപ്പെട്ട സേവാത്മാക്കളല്ലേ അവർ എന്നുള്ളതാണ് ഇവിടെ ഹെബ്രായ ലേഖകൻ നമ്മുടെ മുൻപിൽ വെക്കുന്ന പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ ഹെബ്രായ ലേഖകൻ പറയുകയാണ്, ദൂതന്മാർ അത് സേവാത്മാക്കളാണ്. ആ സേവാത്മാക്കൾ വിശ്വാസികൾക്ക് സേവനം ചെയ്യാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു മേഖലയാണ് എന്ന് നമ്മളോട് പറഞ്ഞു വെക്കുമ്പം ഈ മാലാഖമാരോട് നമ്മുടെ പ്രാർത്ഥനയോ ആരാധനയോ മറ്റെന്തെങ്കിലും പോയി പോകാമോ എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. കാരണം ഇത് സഹോദരാത്മാവാണ്. അതായത് നമ്മെ സഹായിക്കുന്ന, നമ്മെ സേവിക്കുന്ന, അതായത് രക്ഷയുടെ അവകാശികളാക്കുന്ന ക്രിസ്തീയ വിശ്വാസികളുടെ, ക്രിസ്തുവിൻ്റെ അനുയായികളുടെ, ക്രിസ്തുവിൻ്റെ സഹോദരങ്ങളായി ദൈവം തിരഞ്ഞെടുത്ത നമ്മളുടെ പോലും സേവാത്മാക്കളാണ് ഈ ദൂതന്മാരെന്ന് പറയുമ്പം അവരുടെ മുൻപിൽ കുമ്പിടാനോ അവരുടെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിക്കാനോ അവരുടെ മുൻപിൽ ഏതെങ്കിലും വിധത്തിൽ ആരാധനയോ പ്രാർത്ഥനയോ സമർപ്പിക്കാൻ ദൈവം അനുവദിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമായി നമുക്ക് പറയാൻ പറ്റും. വെളിപാട് പുസ്തകം അതിൻ്റെ 22-ാം അധ്യായം അതിൻ്റെ 8 മുതൽ വാക്യങ്ങൾ, യോഹന്നാനായ ഞാൻ ഇവ കേൾക്കുകയും കാണുകയും ചെയ്തു. ഇവ കേൾക്കുകയും കാണുകയും ചെയ്തപ്പോൾ ഇവ കാണിച്ചു തന്ന ദൂതനെ ആരാധിക്കാൻ ഞാൻ അവൻ്റെ പാദത്തിങ്കൽ വീണു. അപ്പോൾ അവൻ എന്നോട് പറഞ്ഞു, അരുത്, ഞാൻ നിൻ്റെയും നിന്റെ സഹോദരന്മാരായ പ്രവാചകന്മാരുടെയും ഈ ഗ്രന്ഥത്തിലെ വചനങ്ങൾ പാലിക്കുന്നവരുടെയും സഹദാസനാണ്. ഞാൻ സഹദാസനാണ്. ദൈവത്തെ ആരാധിക്കുക. അതായത് യോഹന്നാൻ അവനെ കുമ്പിടാൻ പോകുമ്പം, സാഷ്ടാംഗം പ്രണമിക്കാൻ പോകുമ്പം, അവനെ വണങ്ങാൻ പോകുമ്പം, അവനെ ആരാധിക്കാൻ പോകുമ്പം ആ ദൂതൻ അവനെ തടയുക. അല്ലയോ യോഹന്നാനെ, ഞാൻ നിന്റെ സഹദാസനാണ്. ദൈവത്തെ ആരാധിക്കുക, ദൈവത്തെ മാത്രമേ പൂജിക്കാവൂ, ദൈവത്തെ മാത്രമേ വണങ്ങാവൂ, ദൈവത്തെ മാത്രമേ കുമ്പിടാവൂ എന്ന് പറഞ്ഞുകൊണ്ട് വ്യക്തമായ ഒരു പ്രബോധനമാണ് ഇതാ വെളിപാട് പുസ്തകം അതിന് 22-ാം അധ്യായം 8-9 വാക്യങ്ങൾ നമ്മുടെ മുൻപിൽ വെക്കുന്നത്. അപ്പോൾ ഈ പ്രബോധനം വളരെ വ്യക്തമായി ഡയറക്റ്റായി റെഫറൻസ് കിടക്കുക. ഇനി ഹെബ്രായ ലേഖനത്തിലും കിടക്കുകയാണ്, രക്ഷയുടെ അവകാശികളാക്കാൻ നിൽക്കുന്നവർക്ക് ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയുള്ള സേവാത്മാക്കളാണ് അവർ. ഇങ്ങനെ 2 വചനങ്ങളിലൂടെ വ്യക്തമായ ഒരു പ്രബോധനം നമുക്ക് കിടക്കുക. ഇനി ആദിമ സഭാപിതാക്കന്മാർ എന്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിശുദ്ധ ജോൺ ക്രിസ്റ്റോസോം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് സിറ്റിംഗ് ആൻഡ് സ്റ്റാൻഡിങ് എന്ന് പറയുന്ന ഒരു നിലപാടാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും അത് ക്രിസ്തുവിനോട് മാത്രമേ ദൈവം പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതും അത് രാജകീയമായ പരമാധികാരത്തെ സൂചിപ്പിക്കുന്നതാണ്. അവൻ്റെ മുൻപിൽ മാത്രമേ നിന്റെ തല വണങ്ങാൻ പാടുള്ളൂ. നിനക്ക് വണക്കം ഏതെങ്കിലും വിധത്തിൽ പാടുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രമേ ഉള്ളൂ. മറ്റെല്ലാ കാര്യത്തിലും ബഹുമാനം മാത്രമാണ് നമുക്ക് പറ്റുള്ളത്. അതായത് വിശുദ്ധരോടോ അല്ലെങ്കിൽ ഈ പറയുന്ന ദൂതന്മാരോടോ വെറും ബഹുമാനം മാത്രമേ പാടുള്ളൂ. അവരെ വണങ്ങുകയോ കുമ്പിടുകയോ ആരാധിക്കുകയോ ചെയ്യാൻ പാടില്ലെന്ന് വ്യക്തമായി സഭാപിതാവായ ജോൺ ക്രിസ്റ്റോസോം അദ്ദേഹത്തിൻ്റെ ഹെബ്രായ ലേഖനത്തിൻ്റെ എക്സ്പ്ലനേഷൻ അദ്ദേഹം എഴുതിയിരിക്കുന്ന ഹോമിലീസ് ഓൺ ദ എപ്പസ്റ്റോലിക് ഓഫ് ഹീബ്രൂസ് എന്ന് പറയുന്ന ആ പുസ്തകത്തിൻ്റെ ചാപ്റ്റർ അത് വ്യക്തമായിട്ട് അതിൻ്റെ 3rd ചാപ്റ്ററിൽ അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിവിടെ എന്ത് ചെയ്യണമെന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇനി വിശുദ്ധ അഗസ്റ്റിൻ അദ്ദേഹം സങ്കീർത്തനം 110:1 ഇവിടെ ഹെബ്രായ ലേഖകൻ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തതെന്നും അത് സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള വ്യതിയാനത്തെയാണ് അവിടെ എടുത്ത് കാണിക്കുന്നതെന്നും അത് വളരെ പ്രധാനപ്പെട്ട മേഖലയാണ്, മാലാഖ വെറും സൃഷ്ടിയാണെന്നും ആ സൃഷ്ടിയുടെ മുൻപിൽ തല വണങ്ങരുതെന്നുമാണ് അദ്ദേഹം വിശുദ്ധ അഗസ്റ്റിൻ വ്യക്തമായി തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ദൂതന്മാർ നമ്മളുടെ സേവാത്മാക്കൾ മാത്രമാണ്, അത് പ്രകൃതിയാലുള്ള സൃഷ്ടി മാത്രമാണ് എന്നും അതിൽ അവരോട് വണക്കമൊന്നും പാടില്ല എന്നും സെൻറ്റ് അഗസ്റ്റിൻ അദ്ദേഹത്തിൻ്റെ ഒരു സങ്കീർത്തന പുസ്തകങ്ങളെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷനിൽ വളരെ വ്യക്തമായി അദ്ദേഹവും വെളിപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊരു സഭാപിതാവായ സെൻറ്റ് അത്താനത്തിയോസ് അദ്ദേഹത്തിൻ്റെ 4 ഡിസ്കോസ് എഗെയിൻസ്റ്റ് ആര്യൻസ്, അതായത് ആര്യൻ സിദ്ധാന്തത്തിനെതിരെയുള്ള പ്രധാനപ്പെട്ട 4 വാദങ്ങൾ എന്ന് പറയുന്ന അദ്ദേഹം എഴുതിയ ആ പുസ്തകത്തിൻ്റെ ചാപ്റ്റർ 13 വളരെ വ്യക്തമായിട്ട് ദൂതന്മാർ ക്രിസ്തുവിനെയാണ് ആരാധിക്കേണ്ടത്. ആ ക്രിസ്തുവിനെ ആരാധിക്കുന്ന ദൂതന്മാരോട് യാതൊരുവിധ പ്രാർത്ഥനയുമില്ല. അത് മനുഷ്യരെ ശുശ്രൂഷിക്കേണ്ടവരാണ് ഈ ദൂതന്മാരെന്നുള്ളതാണ് അവിടെ അത്താനത്തിയോസ് തൻ്റെ ആ ഒരു ലേഖനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇനി വിശുദ്ധ ഐറേനിയസ്, അദ്ദേഹം 2-ാം നൂറ്റാണ്ടിലെ പ്രമുഖമായ ഒരു സഭാപിതാവായിരുന്നു.
ലോകത്തെ സൃഷ്ടിച്ചതും നിയന്ത്രിക്കുന്നതും ദൂതന്മാരല്ല, മറിച്ച് ക്രിസ്തുവാണ്. ദൂതന്മാർ ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിയിലെ വിശ്വസ്തരായ സേവകർ മാത്രമാണ്. അതുകൊണ്ട് അവരോടല്ല പ്രാർത്ഥിക്കേണ്ടത്, ദൈവത്തോടാണ് തൻ്റെ പ്രാർത്ഥനകൾ സമർപ്പിക്കേണ്ടത് എന്നുകൂടെ സെൻറ്റ് ഐറേനിയസ് അദ്ദേഹത്തിൻ്റെ ഒരു അഗെയിൻസ്റ്റ് ഹെരസീസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ അദ്ദേഹവും ചാപ്റ്റർ 13 ഇതേ കാര്യം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെയൊക്കെ സഭാപിതാക്കന്മാർ അവരുടെ അഭിപ്രായങ്ങൾ വ്യക്തമായി എന്തായിരിക്കണം ദൂതന്മാരോടുള്ള നമ്മുടെ ആലോചനകളും രീതികളും എന്ന് വ്യക്തമായിട്ട് നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സഭാപിതാവാണ് ഒറിജിൻ. അദ്ദേഹം മാലാഖമാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നുള്ളത് അംഗീകരിക്കുന്നു. എന്നാൽ മാലാഖമാരോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ സർവ്വവ്യാപിയായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതാണ് ശരി എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അതായത് അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത് കോൺട്രാ സെൽസം എന്ന് പറയുന്ന ഒരു ബുക്കിലാണ്, അതിൻ്റെ ചാപ്റ്റർ 4 ഇദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത്. ചാപ്റ്റർ 13:7 നമുക്കിത് കാണാൻ പറ്റും. ദൈവത്തിൻ്റെ ദാസന്മാർ മാത്രമാണ് മാലാഖമാർ. അതിനാൽ നാം പ്രാർത്ഥനകളും യാചനകളും ദൈവത്തിന് മാത്രമാണ് അർപ്പിക്കേണ്ടത്. മാലാഖമാർ അത് ദൈവസന്നിധിയിൽ എത്തിക്കും. അല്ലാതെ മാലാഖമാർക്ക് വേറൊരു കടമയില്ല. നിങ്ങൾ നേരിട്ട് മാലാഖമാരോട് പ്രാർത്ഥിക്കരുത് എന്നാണ് ഒറിജിൻ്റെ വാദം. ഇനി റോമിലെ വിശുദ്ധ ഹിപ്പോളറ്റീസ്, അദ്ദേഹത്തിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പം അദ്ദേഹവും പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ കൃത്യതയാണ്. പ്രാർത്ഥന ക്രിസ്തുവിലൂടെ പിതാവായ ദൈവത്തിന് മാത്രമാണ് അർപ്പിക്കേണ്ടത്, മറ്റൊന്നിനുമല്ല. യേശു ക്രിസ്തുവാണ് ഏക മധ്യസ്ഥനെന്ന് ദൈവവചനം പറഞ്ഞിരിക്കുന്ന തിമോത്തി ലേഖനത്തിലുള്ള ആ വചനം എടുത്തു വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏക മധ്യസ്ഥനായ ക്രിസ്തുവിലൂടെ പിതാവിനാണ് പ്രാർത്ഥനകളും ആരാധനകളും മുഴുവൻ സമർപ്പിക്കേണ്ടത്, അല്ലാതെ യാതൊരുവിധ സൃഷ്ടിയോടും നിങ്ങൾ പ്രാർത്ഥിക്കരുത് എന്നാണ് റോമിലെ വിശുദ്ധ ഹിപ്പോളറ്റീസ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ, അതായത് ഹെരസികൾക്കെതിരെ റെഫ്യൂട്ടേഷൻ ഓഫ് ഓൾ ഹെരസീസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും ലൗദോക്യ സൂനകദോസ് വളരെ വ്യക്തമായിട്ട് ഈ ലൗദോക്യ സൂനകദോസിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ആദിമസഭയിൽ മാലാഖമാരെ ദൈവത്തെ പോലെ കാണുകയും ആരാധിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടമുണ്ട്, അതായത് അറിവില്ലാത്തൊരു കാലഘട്ടം. ഈ പ്രവണതയെ വളരെ ശക്തമായി ഈ ലൗദോക്യ സൂനകദോസ് AD 364 നടന്ന ഈ സൂനകദോസ് വളരെ ശക്തമായി അതിനെ എതിർക്കുകയും ക്രിസ്ത്യാനികൾ ദൈവത്തെ ഉപേക്ഷിച്ച് ചെയ്യുന്നൊരു പ്രവൃത്തിയാണ് മാലാഖമാരോടുള്ള പ്രാർത്ഥനകൾ, ആരാധനകൾ, ഈ രീതികളെന്ന് ലൗദോക്യ സൂനകദോസ് ശക്തമായൊരു എതിർപ്പ് പ്രഖ്യാപിക്കുകയും ചെയ്തതായിട്ട് നമ്മൾ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ഇത്രയധികം മുന്നറിയിപ്പുകൾ സഭാപിതാക്കന്മാർ നമുക്ക് നൽകി. ദൈവവചനത്തിൽ നിന്നുള്ള മുന്നറിയിപ്പ് നമുക്ക് ലഭിച്ചു. മത്തായി സുവിശേഷം 4:10 നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നീ പ്രണമിക്കാവൂ, കുമ്പിടാവൂ, ആരാധിക്കാവൂ എന്ന് ദൈവം നമുക്കൊരു ബോധ്യം നൽകി. പക്ഷെ നമ്മളിപ്പോഴും കല്ലുകളെ വണങ്ങുക, മാലാഖമാരെ വണങ്ങുക, മാലാഖമാരോട് പ്രാർത്ഥിക്കുക, ദൂതന്മാരോടുള്ള പ്രാർത്ഥന, ദൈവത്തിൻ്റെ സംരക്ഷണം നൽകുന്നത് ദൂതന്മാരാണ് എങ്കിൽ ആ ദൂതന്മാരോട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക, ഇങ്ങനെയുള്ള പലവിധ മേഖലകളിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ അത്ഭുതപ്പെടുന്ന മറ്റൊന്നുമല്ല. അതായത് മാലാഖയ്ക്ക് ആത്മീയ ശരീരമാണ്, ഭൗതികമായ യാതൊരുവിധ ശരീരമോ തിരിശേഷിപ്പോ ഇല്ലെന്നിരിക്കെ ഞാൻ ആദ്യം ചിന്തിച്ചത് ഇനി മാലാഖയെ പിടിച്ചു നിർത്തി ഏതെങ്കിലും ഒന്ന് അവൻ്റെ വസ്ത്രത്തിൻ്റെയോ വിളുമ്പിൽ നിന്നോ എവിടെയെങ്കിലും ഒന്ന് തിരിശേഷിപ്പായിയുടെ വണങ്ങാൻ വേണ്ടി പിടിച്ച് നിർത്തി വാങ്ങുന്ന ചില അധികാരികളെ, അത് ഞങ്ങൾക്ക് പണമുണ്ടാക്കാൻ ഉപകാരപ്രദമാണ്, ഉപയോഗിക്കേണ്ടി വരും എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ കള്ളക്കഥകളോ മിത്തുകളോ ഏതെങ്കിലും ഐതിഹ്യങ്ങളിലേക്ക് പിന്നാലെ പോയി ഇത്തരം തെറ്റായ വിശ്വാസത്തിലേക്ക് ഈ വിശ്വാസികളെ വലിച്ചഴയ്ക്കുന്ന ഏതൊക്കെയൊക്കെ നേതാക്കന്മാരോട് എനിക്കുള്ള അപേക്ഷയാണ്, ദൈവത്തെ ഓർത്ത് ഈ പാവം ജനങ്ങളെ വഴിതെറ്റിക്കരുത്. കാരണം സഭാപിതാക്കന്മാരുടെ മുഴുവൻ പ്രബോധനങ്ങളും അവരുടെ പുസ്തക സഹിതം റെഫറൻസ് സഹിതം വളരെ വ്യക്തമായി ഈ വീഡിയോയിലൂടെ വെളിപ്പെടുമ്പം നിങ്ങൾക്ക് പരിശോധിക്കാം. നിങ്ങളുടെ വിരൽത്തുമ്പിലുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. ഞാനിത് പരിശോധിച്ച് നിങ്ങളോട് പറയുമ്പം നിങ്ങൾക്ക് ഏതൊരു കൊച്ചു കുഞ്ഞിനും പരിശോധിക്കാവുന്ന കാര്യമാണ്. ഇന്ന് ഈ പറയുന്ന മിക്ക സഭാപിതാക്കന്മാരും മാലാഖമാർ ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന എത്തിക്കുന്നു, അല്ലെങ്കിൽ മാലാഖമാർ ഈ സമൂഹത്തോട് കൂടെയുണ്ട് എന്നൊക്കെ പറയുന്നവരാണ്. ഇവരൊന്നും ഒരാളും പെന്തക്കോസ്തോ പ്രൊട്ടസ്റ്റൻ്റോ ഈ പ്രൊട്ടസ്റ്റൻ്റ് സഭകളിലുള്ള ആരുമല്ല ഈ പറയുന്ന സഭാപിതാക്കന്മാരാലും. ഈ പറയുന്ന സഭാപിതാക്കന്മാർ ആദിമസഭയിലുണ്ടായിരുന്ന ദൈവശാസ്ത്രപരമായ കാര്യങ്ങളിൽ വ്യക്തമായി വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുന്നവരാണ്. അവരുടെ പ്രബോധനങ്ങളാണ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നേരിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. യേശുവിനോട് പ്രാർത്ഥിക്കണം. യേശുവിലൂടെ പിതാവായി ദൈവത്തോടായിരിക്കണം നിങ്ങളുടെ ആരാധനകൾ, പ്രാർത്ഥനകൾ, നിങ്ങളുടെ നിയോഗങ്ങൾ. കാരണം ഏക മധ്യസ്ഥൻ ക്രിസ്തു മാത്രമാണ് എന്ന് വ്യക്തമായിട്ട് നമുക്ക് വെളിപ്പെടുത്തുന്നു. ബൈബിൾ പറയുന്നു, സഭാപിതാക്കന്മാർ പറയുന്നു, ആദിമസഭയുടെ ചരിത്രങ്ങൾ മുഴുവൻ നമ്മുടെ മുൻപിൽ വയ്ക്കുന്നു. വേണ്ട ഒരു സൂനകദോസ് പോലും വ്യക്തമായ തീരുമാനം നമുക്കുണ്ടെങ്കിൽ പിന്നീട് എവിടെ വഴിതെറ്റി, ഏത് കാലഘട്ടത്തിൽ വഴിതെറ്റിപ്പോയി?
490 വന്ന ഒരു മിത്തിൻ്റെ പിന്നാലെ പോകണോ, ഒരു കഥയുടെ പിന്നാലെ പോകണോ? ആ കഥയാകട്ടെ യാതൊരുവിധ സെൻസുമില്ലാത്ത, അവിടെ വെളിപ്പെട്ടത് ഏത് ദൂതനായിരിക്കാമെന്ന് നമ്മൾ പരിശോധിക്കുമ്പം അത് വെളിപാട് പുസ്തകം 12-ാം അധ്യായം 7-ാം വാക്യത്തിൽ മിഖായേൽ തന്നെ ആട്ടിപ്പുറത്താക്കിയ വീണുപോയ ദൂതനാണെന്നും അവനാണ് ഭൂമിയിൽ ഒരു വാസസ്ഥലം ഉണ്ടാക്കേണ്ടതും എന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുമ്പം നമ്മൾ എന്തിന് ഇത്തരം ദൂതന്മാരുടെയോ അല്ലെങ്കിൽ വീണുപോയ ദൂതന്മാരുടെയോ പിന്നാലെ വേഷധാരികളായ, പ്രഭാപൂർണനായ, പ്രകാശം ധരിക്കുന്ന ദൂതന്മാരുടെ പോലും വേഷം കെട്ടാൻ കഴിവുള്ള ഈ ദൂതന്മാരുടെ അല്ലെങ്കിൽ ഈ വീണുപോയ ദൂതന്മാരുടെ പിന്നാലെ പോകണോ? അങ്ങനെ ജീവിതം കഷ്ടത്തിലാക്കണമോ എന്ന് സ്വയം ചിന്തിക്കുക, മനസ്സിലാക്കുക. ദൈവവചനം നമുക്ക് അടിസ്ഥാനമാകട്ടെ. ചരിത്രത്തിൽ, പാരമ്പര്യത്തിൽ പലതും നമ്മളെ വഴിതെറ്റിക്കുന്നതാണ്, പലതും നമ്മളെ ഡീവിയേറ്റ് ചെയ്യുന്നതാണ്. ക്രിസ്തു എന്ന ഏകരക്ഷയിൽ നിന്നും, ഏക സത്യദൈവത്തിൽ നിന്നും നമ്മളെ ഡീവിയേറ്റ് ചെയ്ത് പലതിലേക്കും കൊണ്ടുപോകുന്നതാണ് എന്ന് തിരിച്ചറിയുവാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏക ചരിത്ര ഗ്രന്ഥമായ വിശുദ്ധ ബൈബിളിനോട് മാത്രം, ദൈവവചനത്തോട്, എഴുതപ്പെട്ട ദൈവസത്യങ്ങളോട് നമുക്ക് പൂർണ്ണമായി കൂറുപുലർത്താം. അതിൽ നിന്നും എതിരായ, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ പോലെ, ഞങ്ങൾ പഠിപ്പിച്ചതിൽ നിന്നും വിപരീതമായി ആരെങ്കിലും ഒന്ന് പഠിപ്പിച്ചാൽ, ഞങ്ങൾ പഠിപ്പിച്ചത് തന്നെ ഏതെങ്കിലും സഭാ പാരമ്പര്യത്തിലോ വിശുദ്ധ പാരമ്പര്യത്തിലോ ഉണ്ടെങ്കിൽ അത് ശ്രേഷ്ഠമായി നമുക്ക് കരുതാം. എന്നാൽ പഠിപ്പിച്ചതിൽ നിന്നും വിരുദ്ധമായ പാരമ്പര്യങ്ങളെ നമുക്ക് പൂർണ്ണമായി തള്ളിക്കളയാം. അതൊരിക്കലും ദൈവികമല്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ദൈവം അതിനായി നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു ക്രിസ്റ്റോസെൻട്രിക്കായ ഒരു ആരാധന, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു വിശ്വാസ സമൂഹം കെട്ടിപ്പടുക്കുവാൻ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മെ ബലപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു വീഡിയോയിലൂടെ, അതായത് എന്താണ് ഈ മിഖായേൽ ദൂതൻ്റെ വേഷം, നമ്മളിന്ന് കാണുന്ന ചിത്രീകരണം, ആ ചിത്രീകരണത്തിൽ വന്നിട്ടുള്ള പൈശാചികത, ആ വേഷവിധാനങ്ങളിലൂടെ നമ്മളോട് എന്തൊക്കെയാണോ സാത്താൻ പഠിപ്പിക്കുന്നതും പ്രചോദിപ്പിക്കുന്നതും നമ്മളെ പ്രബോധനം നടത്തുന്നതെന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതുവരെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.